രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാവി വരെ നിർണ്ണയിക്കാൻ സാധ്യതയുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വർഷം തന്നെ മറ്റു 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏറെ നിർണായകമായേക്കാവുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശിവസേനയും BJPയും സഖ്യകക്ഷികളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സഖ്യം പിരിയുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ്, NCP കക്ഷികളെ കൂടെ കൂട്ടി ശിവസേന മഹാവികാസ് അഘാടി സഖ്യം രൂപീകരിക്കുകയും സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതോടെ BJPയുടെ നേതൃത്വത്തിൽ പിളർന്ന് സഖ്യത്തിലെത്തിയ ശിവസേനയുടെ ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിയ ഭരണം തുടരുകയായിരുന്നു. പിന്നീട് NCPയും പിളർന്നു. അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള MLA-മാരും BJP കൂടാരത്തിലേക്ക് കയറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥിതി പ്രവചനാതീതമാണ്. നിലവിൽ 288 അംഗ നിയമസഭയിൽ NDAക്ക് 185 അംഗങ്ങളുണ്ട്. BJPക്ക് 104ഉം NCP അജിത് പവാർ വിഭാഗത്തിന് 41ഉം ശിവസേനയ്ക്ക് 40 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷത്തുള്ള മഹാവികാസ് അഘാടി സഖ്യത്തിന് 77 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ കോൺഗ്രസ് 44ഉം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 17ഉം NCPയുടെ ശരത് പവാറിന് 12ഉം പിന്നെ ചെറു പാർട്ടികളുമാണ് ഉള്ളത്. ജാർഖണ്ഡിലേക്ക് വന്നാൽ 2000 നവംബർ 15-ന് ബീഹാറിൽ നിന്നും വേർപിരിഞ്ഞ ശേഷം 6 മുഖ്യമന്ത്രിമാരും 3 തവണ രാഷ്ട്രപതി ഭരണവും കണ്ട സംസ്ഥാനമാണ് ജാർഖണ്ഡ്. രഘുബർ ദാസ് എന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ 5 വർഷം കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹം 2014 മുതൽ 2019 വരെയുള്ള ടൈമായിരുന്നു മുഖ്യമന്ത്രിയായത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ഏത് നിമിഷവും രാജിവെച്ചേക്കും എന്നുള്ള അവസ്ഥയിലാണ്. EDയുടെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. 81 സീറ്റുകളാണ് ജാർഖണ്ഡിൽ ആകെയുള്ളത്. അതിൽ 48 സീറ്റുകളാണ് ഭരണമുന്നണിയായ മഹാഗഡ്ബന്ധൻ മുന്നണിക്കുള്ളത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 29 സീറ്റുകളും കോൺഗ്രസിന് 17 സീറ്റുകളുമുണ്ട്. പ്രതിപക്ഷമായ NDAക്ക് 32 സീറ്റുകളാണുള്ളത്. അതിൽ BJPക്ക് 26 സീറ്റുകളുണ്ട്. മറ്റൊരു സംസ്ഥാനമായ ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാന ഭരിക്കുന്നത് NDAയാണ്. JJPയുടെ പിന്തുണയോടെയാണ് ഹരിയാനയിൽ BJP ഇപ്പോൾ ഭരിക്കുന്നത്. ആകെയുള്ള 90 സീറ്റുകളിൽ 40 സീറ്റുകൾ BJPക്കാണ്. 10 സീറ്റുകളിലെ JJP എന്ന പ്രാദേശിക പാർട്ടിയെ ഒപ്പം കൂട്ടിയാണ് BJP ഭരണം നടത്തുന്നത്. കോൺഗ്രസ് അവിടെ ഒരു വലിയ ശക്തിയാണ്. 30 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ BJP ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ഹരിയാനയിൽ ഏത് നിമിഷവും സഖ്യം പിരിയുമെന്നുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ അതൊക്കെ ഒരു ഘടകമായി വന്നേക്കും. കാരണം കാർഷിക വിഷയമാണ് BJP അവിടെ കുഴക്കുന്നത്. അത് തീരില്ല എന്നത് ഉറപ്പായത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അത് ഒരുപക്ഷെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഈ 3 സംസ്ഥാനങ്ങൾ നോക്കിയാൽ നിലവിൽ 2 സംസ്ഥാനങ്ങളിൽ ഭരണം NDA മുന്നണിക്കും ജാർഖണ്ഡിൽ മാത്രം ഇന്ത്യ മുന്നണിക്കുമാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ 3 സംസ്ഥാനത്തും BJP നേരിടുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്.